എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ് പഫ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല മൊരുമൊരാന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള പഫ്സാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ദോശക്കല്ലിൽ പഫ്സ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിൽ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ പൊടിഞ്ഞു വരുന്ന രീതിയിൽ നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടുകയും ചെയ്യും. പേസ്ട്രി ഷീറ്റും ഓവനും ഒന്നും തന്നെ വേണ്ട. അതുപോലെ സാധാരണ പഫ്സ് ഉണ്ടാക്കുന്നതിനുള്ള മെനക്കേടും വേണ്ട. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കല്ലേ. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. 2 കപ്പ് അളവ് മൈദമാവിലാണ് നമ്മൾ പഫ്സ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിലോ അല്ലെങ്കിൽ ഉരുക്കിയ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും ആ ഒരു നെയ്യും എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. അതിനുശേഷം വേണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ കുറച്ച് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. സ്റ്റിക്കി ആയിട്ടിരിക്കാനായിട്ട് പാടില്ല. ടൈറ്റായിട്ടുള്ള മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ച് നല്ല രീതിയിൽ സോഫ്റ്റാക്കി എടുക്കണം. മാവ് നല്ലതുപോലെ സോഫ്റ്റാക്കി എടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും പഫ്സിൻ്റെ പെർഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റോളം നല്ല രീതിയിൽ കൗണ്ടർ ടോപ്പിൽ വെച്ച് കുഴച്ചെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് ഈ രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുഴച്ചെടുത്തതിന് ശേഷം മൂടി കൊണ്ടോ അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു തുണി കൊണ്ടോ ഇതൊന്ന് മൂടി വെക്കാം. തുണി അല്പം ഒന്ന് നനച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പഫ്സിന് വേണ്ടുന്ന മുട്ടയൊക്കെ പുഴുങ്ങി മസാലയൊക്കെ തയ്യാറാക്കി എടുക്കാം. ആ ഒരു സമയം വരെ ഈ ഒരു മാവ് അവിടെ റെസ്റ്റ് ആവട്ടെ. മസാല തയ്യാറാക്കാനായിട്ട് ചൂടായ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3 ഇടത്തരം വലിപ്പമുള്ള സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരുപാട് വഴറ്റി ആ ഒരു ഗോൾഡൻ കളറിലേക്കൊന്നും വരേണ്ടതായിട്ടില്ല. ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ട് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ടൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 തണ്ട് കറിവേപ്പില കൂടി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ കുത്തലൊക്കെ മാറുന്ന രീതിയിൽ ഉള്ളിയുടെ കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ മുട്ടയും കൂടി പുഴുങ്ങിയെടുക്കുന്നുണ്ട്. പഫ്സിന് വേണ്ടുന്ന മസാല റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തുല്യ ഭാഗങ്ങളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ 6 എണ്ണമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നും ഇത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്താൽ മതിയാകും. എല്ലാം ഇതുപോലെ ഉരുട്ടി ഒരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചെറുതായിട്ട് നനവുള്ള വൃത്തിയുള്ള ഇതുപോലൊരു തുണി കൊണ്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടുന്നൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇതുപോലൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താൽ മതി. അല്പം ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാനാണ്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നും പരത്തിയെടുക്കണം. അല്പം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. ഒരുപാട് കട്ടി കുറച്ചൊന്നും പരത്തിയെടുക്കണ്ട. ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതിന് മുകളിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയായിട്ടൊന്നും ചേർക്കണ്ട. തിന്നായിട്ടൊരു ചെറിയൊരു കോട്ടിങ് കൊടുത്താൽ മതി. കോൺഫ്ലോറിൻ്റെ ഈ ഒരു മിക്സ് ചേർക്കുമ്പോഴാണ് മുകൾ ഭാഗത്തൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് പഫ്സ് കിട്ടുന്നത്. ഇനി നമ്മൾ സ്ക്വയർ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുമ്പം മടക്കിയെടുക്കില്ല, ആ ഒരു രീതിയിൽ ഇത് മടക്കിയെടുക്കാം.
ഈ ഒരു രീതിയിൽ സ്ക്വയറായിട്ടൊന്ന് മടക്കിയെടുത്താൽ മതിയാകും. വളരെ ഈസി ആയിട്ട് തന്നെ മടക്കിയെടുക്കാം. ഇടയിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ മടക്കി ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. മടക്കിയെടുക്കുന്നത് ഓരോന്നും ഡ്രൈ ആയി പോകാതെ കവർ ചെയ്ത് തന്നെ വെച്ചിരിക്കണം. ഇപ്പം മടക്കിയെടുത്ത പോലെ ഇതൊരു പ്രാവശ്യം കൂടി നമുക്ക് മടക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യം മടക്കി റെഡിയാക്കി വെച്ചിരുന്നത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് അല്പം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ആ ഒരു ക്രമത്തിൽ തന്നെ നമുക്ക് മടക്കിയെടുക്കണം. ഇതുപോലെ സ്ക്വയറായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഒരുപാട് കട്ടി കുറച്ചൊന്നും പരത്തിയെടുക്കണ്ട. ചെറിയൊരു തിക്നെസ്സോട് കൂടി തന്നെ പരത്തിയെടുക്കാം. ഇതിനിടയിൽ ഓയിലോ കോൺഫ്ലോറിൻ്റെ പേസ്റ്റോ ഒന്നും തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട. ഈ ഒരു രീതിയിൽ നേരത്തെ നമ്മൾ മടക്കി അതേപോലെ തന്നെ ഒന്ന് മടക്കിയെടുത്താൽ മതിയാകും. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കണം. ഇതെല്ലാം തന്നെ ഒന്ന് മടക്കിയെടുക്കുന്ന സമയം കൊണ്ട് ആദ്യം നമ്മൾ മടക്കി വെച്ചത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ ആദ്യം മടക്കിയെടുത്തത് നമുക്ക് ആദ്യം അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്ങിനായിട്ട് 3 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നടുവേ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതിന് വേണ്ടുന്ന മസാലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മടക്കി വെച്ചതിൽ ആദ്യം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് ഒരുപാട് ശക്തി കൊടുത്ത് തിന്നാക്കി പരത്തിയെടുക്കരുത്. ആ ലെയറൊന്നും പോകാത്ത രീതിയിൽ നമ്മൾ പഫ് പേസ്ട്രിയൊക്കെ കാണാറില്ല, ആ ഒരു വലിപ്പത്തിനൊന്ന് പരത്തിയെടുത്താൽ മതിയാകും. ഇതുപോലെ ഈ ഒരു രീതിയിൽ സ്ക്വയറായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഒരു പീസ് മുട്ടയും കൂടി വെച്ച് കൊടുക്കാം. ഇനി പരത്തിയതിൻ്റെ 4 കോർണറിൽ നിന്നും പിടിച്ചിട്ട് നടുഭാഗത്ത് കൊണ്ടുവന്നൊന്ന് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് ഒട്ടിക്കിട്ടും. ഈ ഒരു രീതിയിൽ 2 സൈഡിൽ നിന്ന് ഇതുപോലെ പിടിച്ചു കൊടുക്കാം. അതിനുശേഷം മറ്റ് 2 സൈഡിൽ നിന്ന് പിടിച്ചതിന് ശേഷം നടുക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി സൈഡിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പൊക്കെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടും. ഇനി വീണ്ടും ഈ ഒരു 4 കോർണറും കൂടി ഒന്നിച്ച് ചേർത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വരുമ്പോൾ ഒരു ഷേപ്പിൽ കിട്ടും, ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി നന്നായിട്ട് മുകൾ ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കൈവെള്ളം കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു റൗണ്ട് ഷേപ്പ് ചെറുതായിട്ടൊന്ന് പരന്ന് കിട്ടും. ഈ ഒരു രീതിയിൽ ബാക്കിയെല്ലാം കൂടെ ഒന്ന് ചെയ്തെടുത്താൽ മതി. റെഡിയാക്കിയത് ഓരോന്നും ഡ്രൈ ആയി പോകാതെ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് തന്നെ വെച്ചിരിക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ചൂടാക്കുന്ന സമയത്ത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ ഓയിൽ ചൂടാക്കിയത്. ഓയിൽ ചൂടാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ. ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് വേണം മുഴുവൻ സമയവും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സെയിം ചൂടിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്ക് കൂട്ടുക കുറയ്ക്കുക ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ആ ഒരു കറക്റ്റ് ലെയർ തിരിഞ്ഞ് വരാനായിട്ട് ആ ഒരു കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ ഒരു 15 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നല്ലതുപോലെ കറക്റ്റ് ആ ഒരു പൊടിഞ്ഞ രീതിയിലുള്ള പഫ്സ് റെഡിയായി വരുന്നത്. മുരിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഈ ഒരു പഫ്സിൻ്റെ സൈസും കുറച്ചൊന്ന് വലുതായിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരും. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്ത ഭാഗം കൂടി നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഒരു സെയിം ചൂടിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളറിലാണ് ഉണ്ടാവുന്നത്. അപ്പം നമുക്കിത് ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കുറവ് തീയിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കുക ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള 3 കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് പഫ്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി ഇതുപോലെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സേഫായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോസിനൊക്കെ കമൻസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്ത് തന്നെയായാലും അത് അറിയിക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.